Assalamu Alaikum, children. How are you? Are you ready to study? Now we are studying which lesson? Lesson 3, Fields to Kitchen. What are we studying about in this chapter? We studied about the cultivation of crops. Do you think any time how we get these crops in our hands from that field? അവിടെ നിന്ന് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഈ ക്രോപ്സ് എല്ലാം നമ്മുടെ കൈകളിൽ എങ്ങനെ എത്തുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? From the field these crops went to the wholesale market അല്ലേ? First from the field these crops went to wholesale market. It is carried by transportation by tractor and heavy load vehicles etc. Then these fruits and vegetables from the wholesale market, some retail shops, that is green grocers, went to the wholesale market and they carried them. Okay അല്ലേ? എന്ത് ചെയ്യുന്നു? ഹോൾസെയിൽ മാർക്കറ്റിൽ വന്ന് റീറ്റെയിൽ ബിസിനസ്സുകാരെന്ത് ചെയ്യുന്നു? ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങുന്നു. ദാറ്റ് ഈസ് ഗ്രീൻ ഗ്രോസേഴ്സ്. അതായത് എന്താണ് ഗ്രീൻ ഗ്രോസർ? ആരാണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസിനെ എല്ലാം വിൽക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ ഗ്രോസർ എന്ന് വിളിക്കുന്നത്. ദേ വെന്റ് ടു ഹോൾസെയിൽ മാർക്കറ്റ് ആൻഡ് ദേ ക്യാരിഡ് ദീസ് ക്രോപ്സ് ആൻഡ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ദ ഗ്രീൻ ഗ്രോസർ വി ഗെറ്റ്, അതായത് വി ആർ ദ കൺസ്യൂമേഴ്സ്, നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഈ വസ്തുതകളെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർ. അതായത് കൺസ്യൂമേഴ്സ് ബോട്ട് ദാറ്റ് ക്രോപ്സ് ആൻഡ് യൂസ് ഇറ്റ്. ഓക്കെ. Then crops like wheat, rice, coffee, tea and some other crops are sent to the mills or factories for polishing and processing. അതായത് എന്ത് ചെയ്യുന്നു? ചില ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്നു. ബട്ട് വീറ്റ്, റൈസ്, ടീ, കോഫി എക്സെട്ര, ദീസ് ക്രോപ്സ് വെന്റ് ടു ദി മിൽസ് ഓർ ഫാക്ടറീസ് ഫോർ ഫർണിഷിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. ആഫ്റ്റർ ദാറ്റ് വി ഗെറ്റ് in the form of rice. These are then packed and transported to wholesalers, then retailers, then other consumer outlets. Okay, in this chapter you have this much portion only to study. And did you get the notes of the lesson 3? I think all are write that notes in your fair note, and today we can explain the notes also. Okay, all of you open your notebook and listen very carefully, and now you ready and try to study. Okay, first lesson 3, fields to kitchen. All of you open your notebook and listen here. Okay, did you open the notebook? Okay, fill in the blanks. First we have fill in the blanks. First one, dash turns over the soil. എന്താണ് സോയിലിനെ ടേൺ ചെയ്യിപ്പിക്കുന്നത്? ആൻസർ ഇസ് പ്ലഫിംഗ്. വാട്ട് ഈസ് പ്ലഫിംഗ് ആണ്. അതായത് എന്താണ് നമ്മൾ പ്ലഫിംഗ്? പ്ലഫിംഗ് മീൻസ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. പ്ലഫിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? ടേൺസ് ഓവർ ദ സോയിൽ. കൾട്ടിവേഷന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? സോയിലിനെ പ്രിപ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്ലഫിംഗ് ഇല്ലേ? വി യൂസ് എ ട്രാക്ടർ ഓർ ആൻ ഓക്സൺ ഫോർ പ്ലഫിംഗ്. നമ്മൾ എന്താണ് ഉപയോഗിച്ച് പ്ലഫ് ചെയ്യുന്നത്? സംടൈംസ് മേ ബി യൂസ്ഡ് ആൻ ഓക്സൺ ഓർ സംടൈംസ് എ ട്രാക്ടർ. ദെൻ പ്ലഫിംഗ് ടേൺസ് ഓവർ ദ സോയിൽ. ഓൾ ആർ ലിസൺ വെരി കെയർഫുള്ളി. വാട്ട് ഈസ് ഡാഷ് ടേൺസ് ഓവർ ദ സോയിൽ? Pluffing. Dash turns over the soil. Pluffing. Spelling P-L-O-U-G-H-I-N-G. Second one, cutting and gathering mature crops is known as dash. Then cutting and gathering mature crops is known as dash. എന്ത് ചെയ്യുന്നു? നമ്മൾ വിളകൾ വിളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊയ്തെടുക്കുന്നു. അതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഹാർവെസ്റ്റിംഗ്. വാട്ട് ഈസ് ദ ആൻസർ? Harvesting. അതായത് cutting and gathering mature crops is known as harvesting. If you listen this video class very carefully, you have no burden to study. You can study easily. So you listen carefully. Second one എന്തായിരുന്നു? Cutting and gathering mature crops is known as dash. What is the answer? Harvesting. Okay. Third one, shifting agriculture is known as dash. Shifting agriculture. നമ്മൾ പഠിച്ചെന്താണ് shifting agriculture?
ഒരു സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്തോട്ട് മാറുന്നു അല്ലേ. ഫോറസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. ദെൻ ദേ മൂവ് ഫ്രം ദാറ്റ് പ്ലേസ് ടു അനദർ പാർട്ട് ഓഫ് ദ ഫോറസ്റ്റ്. ആ കൾട്ടിവേഷൻ നമ്മൾ വേറൊരു പേരും കൂടി പറയുന്നത് അതാണ് ജം കൾട്ടിവേഷൻ. വാട്ട് ഇസ് ദ ആൻസർ? ജം കൾട്ടിവേഷൻ. സെക്കൻഡ് വൺ എന്തായിരുന്നു? ഹാർവെസ്റ്റിംഗ് ആണ്. ഹാർവെസ്റ്റിംഗ് എന്താണ്? കട്ടിങ് ആൻഡ് ഗ്യാദറിങ് ക്രോപ്സ് അല്ലേ. ദെൻ ജം cultivation, JHUMCULTIVATION. You are 4th standard, so you have no problem to study the spelling. Then India is one of the largest dash producers in the world. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഡാഷ്. എന്താണ്? ടീ. എന്താണ്? ടീ. ടീ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സ്വന്തം ടീ ആണ്, തേയില അല്ലേ. അപ്പോൾ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസർ കൺട്രി ആണ്. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ, കേരള ആൻഡ് കർണാടക ആർ ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഡാഷ് ഇൻ ഇന്ത്യ. കേരളയും കർണാടകയിലും ഇന്ത്യയിൽ ഡാഷ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ്. എന്താണെന്ന് പറയാമോ? ദാറ്റ് ഇസ് സ്പൈസസ്. കേരള ആൻഡ് കർണാടക. കേരളം എന്താണ്? സ്പൈസ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ അല്ലേ. കൂടുതലായിട്ട് എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്? പെപ്പർ, കാർഡമം, ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. ക്ലൗസ്. ദെൻ കേരള ആൻഡ് കർണാടക ആർ ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് സ്പൈസസ് ഇൻ ഇന്ത്യ. സിക്സ്ത് വൺ, ഡാഷ് ഈസ് നോൺ എസ് ഗോൾഡൻ ഫൈബർ. എന്തിനെയാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ജൂട്ട്. ഓക്കെ. സെവൻത് വൺ, ദ പ്രോസസ് ഓഫ് ദ റിമൂവൽ ഓഫ് ഹസ്ക് ഫ്രം ദ ഗ്രെയിൻസ് ആർ കോൾഡ് ഡാഷ്. എന്താണ്? ഗ്രെയിനിൽ നിന്നും ഹസ്കിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വിനോവിങ്. എന്താണ്? വിനോവിങ്. ലാസ്റ്റ് വൺ എന്താണ്? വിനോവിങ് ആണ്. എന്താണ്? WINNOWING. ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ എന്തായിരുന്നു? സ്പൈസസ് ആണ്. കേരളയും കർണാടകയിലും സ്പൈസ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലാണ്. ദെൻ ഗോൾഡൻ ഫൈബർ ഏതാണ്? ജൂട്ടാണ്. ജൂട്ട് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ചണം അല്ലേ. ദെൻ വിനോവിങ് എന്താണ്? ദ റിമൂവൽ ഓഫ് ഹസ്ക് ഫ്രം ദ ഗ്രെയിൻ ഈസ് നോൺ ആസ് വിനോവിങ്. ഓക്കെ, വി ക്യാൻ ഗോ ടു ആൻസർ ദ ഫോളോയിങ്. ആർ യു റെഡി? ഓക്കെ. ഫസ്റ്റ് വൺ, റൈറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലഫിംഗ് ബൈ എ ട്രാക്ടർ ആൻഡ് ഓക്സൺ. എന്താണ്? രണ്ട് ഡിഫറൻസ് എഴുതുക. ട്രാക്ടറും ഓക്സണും തമ്മിൽ ഉള്ള വ്യത്യാസം എഴുതാൻ. അതായത് ട്രാക്ടർ ആൻഡ് ഓക്സൺ, you draw two columns and write, then you can easily to study. First one, tractor works very fast alle. Tractor is a machine aanale, then so its work very fast. Oxen means endana? Works very slow. Oxen works very slow. Then you can easily study works very fast, works very slow. Okay. Then second one, can use in commercial agriculture. അതായത് എന്താണ്? കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ നമ്മൾ പഠിച്ചതാണ്. വലിയ അളവിൽ കൃഷി ചെയ്യുന്നു. Then we can use a tractor. It can use in a commercial agriculture. You read once again. Can use in commercial agriculture. Then oxen second point എന്താണ്? Can use in സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. അതായത് നമ്മൾ സ്വന്തം ആവശ്യത്തിന് കുറച്ച് അളവിൽ കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓക്സൺ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ട്രാക്ടർ നമുക്ക് എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറിൽ ഉപയോഗിക്കാം. ഓക്കെ. ദെൻ ദാറ്റ് ആർ ദ ടു ഡിഫറൻസ്. സെക്കൻഡ് വൺ, വൈ ഡു ഫാർമേഴ്സ് യൂസ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്? റൈറ്റ് വൺ ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഇറ്റ്. അതായത് ഫാർമേഴ്സ് എന്തിനാണ് ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജും കൂടി എഴുതാൻ. അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു ദോഷം. എന്താണ് ആൻസർ? ഫാർമേഴ്സ് യൂസ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഓൺ ദ ക്രോപ്സ്. ഫാർമേഴ്സ് എന്തുപയോഗിക്കുന്നു? ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നു. എവിടെയാണ്? ക്രോപ്സിൽ അല്ലേ. ടു കിൽ ഹാംഫുൾ ഇൻസെക്ട് ആൻഡ് പെസ്റ്റ്. അതായത് ഉപദ്രവകാരികളായ ഇൻസെക്റ്റിനെയും പെസ്റ്റിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫാർമേഴ്സ് ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് വെരി സിമ്പിൾ. ഫാർമേഴ്സ് യൂസ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഓൺ ദ ക്രോപ്സ് to kill harmful insect and pest. Answer is this much only, to kill harmful insect and pest. To kill means endana? Kolluga. Harmful insect and pest. Okay.
ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അടുത്ത പാരഗ്രാഫിലായിട്ടാണ് എഴുതിയേക്കുന്നത്. ദ ആക്ഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ഓൾസോ കിൽ ബെനഫിഷ്യൽ പോളിനേറ്റിംഗ് ഇൻസെക്റ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ ഉപദ്രവകാരികളെ കൊല്ലാൻ അത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഉപകാരികളായ ഇൻസെക്റ്റും കൂടി എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നല്ലേ. ദ ആക്ഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ഓൾസോ കിൽസ് beneficial pollinating insect, so it is a disadvantage. Then third one, write a short note on plantation agriculture. endana plantation agriculture? You listen the notebook. In this type of agriculture a single crop is cultivated on a large area. endana plantation agriculture? A single crop, ഒരേ ഒരു crop is cultivated on a large area. വലിയ അളവിൽ എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ ക്രോപ്പാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മെയിൻലി യൂസ്ഡ് ഫോർ സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ്. മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഇറ്റ് ഈസ് ഫോർ സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ്. ദെൻ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി. ഓക്കെ. ഫോർത്ത് വൺ, റൈറ്റ് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറും കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറും തമ്മിലുള്ള രണ്ട് വ്യത്യാസം എഴുതാനാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ രണ്ട് കോളം വരയ്ക്കുക. ദെൻ യു റൈറ്റ് ദാറ്റ് 2 points one by one. ഫസ്റ്റ് വൺ, cultivate on their farms to feed for themselves. Subsistence എന്ന് പറഞ്ഞാൽ എന്താണ്, cultivate on their farms to feed for themselves. നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. ബട്ട് ഇൻ കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറിലോ ഡിഫറെൻറ്റ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് ഓൺ എ ലാർജ് സ്കെയിൽ. എന്താണ്, ഡിഫറെൻറ്റ് ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്, ഓൺ എ ലാർജ് സ്കെയിൽ. ഓക്കെ, യു ഗെറ്റ് ഇറ്റ്. ദെൻ സെക്കൻഡ് വൺ, ഡു നോട്ട് സെൽ ദിയർ ക്രോപ്സ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഈ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ വഴി ഉണ്ടാക്കുന്ന ക്രോപ്സ് എന്ത് ചെയ്യുന്നു, ഡു നോട്ട് സെൽ, വിൽക്കുന്നില്ല. എവിടെയാണ്, ദിയർ ക്രോപ്സ് ഇൻ ദ മാർക്കറ്റ്. ദെൻ കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറോ സെൽ ദ ക്രോപ്സ് ഇൻ ദ മാർക്കറ്റ്. എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ അത് കൊണ്ടുപോയി സെൽ ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് വൺ, റൈറ്റ് ദി യൂസസ് ഓഫ് ഷുഗർ കെയിൻ ആൻഡ് കോട്ടൺ പ്ലാന്റ്സ്. ഷുഗർ കെയിനിൻ്റെയും കോട്ടൺ പ്ലാന്റിൻ്റെയും ഉപയോഗം എന്താണെന്ന്. എന്താണ്, നമുക്ക് ഷുഗർ കെയിൻ എന്താ നൽകുന്നത്, ഷുഗർ നൽകുന്നല്ലേ. ഷുഗർ ആൻഡ് ജാഗറി വി ഗെറ്റ് ഫ്രം ഷുഗർ കെയിൻ. ജാഗറി മീൻസ് എന്താണ്, നമ്മുടെ ശർക്കര അല്ലേ. വി ഗെറ്റ് ഷുഗർ ആൻഡ് ജാഗറി ഫ്രം ഷുഗർ കെയിൻ ആണ്. വൈൽ കോട്ടൺ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓൾ കൈൻഡ് ഓഫ് ക്ലോത്ത്. കോട്ടൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഫോർ മേക്കിംഗ് ഓൾ കൈൻഡ് ഓഫ് ക്ലോത്ത്. എല്ലാ തരം തുണിത്തരങ്ങളും ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, കോട്ടൺ ഈസ് യൂസ്ഡ്. ഓക്കെ, കോട്ടൺ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓൾ കൈൻഡ് ഓഫ് ക്ലോത്ത്. Sixth one, write one difference between food crop and cash crop. ഫുഡ് ക്രോപ്പും ക്യാഷ് ക്രോപ്പും നമ്മൾ പഠിച്ചു, തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Food crops are edible crops and it form the staple diet of the people of the region. They grown in abundance. അതായത് എന്താണ്, ഫുഡ് ക്രോപ്സ് ആർ എഡിബിൾ ക്രോപ്സ് ആണ് ആൻഡ് ഇറ്റ് ഫോം ദ സ്റ്റേപ്പിൾ ഡയറ്റ് ഓഫ് ദി പീപ്പിൾ ഓഫ് ദ റീജിയൻ. ദേ ഗ്രോൺ ഇൻ അബണ്ടൻസ്. അതായത് നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ കഴിക്കുന്ന പ്രധാന ഭക്ഷണക്രമമാണ് എന്ത്, ഫുഡ് ക്രോപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ റൈസ്, വീറ്റ്, പൾസസ്. കേരള ഹാവ് ദ ഫുഡ് ക്രോപ്പ് വിച്ച് ഈസ് റൈസ് ആണ് അല്ലേ. ദെൻ ക്യാഷ് ക്രോപ്പ് എന്താണ്, ക്യാൻ ബി എഡിബിൾ ഓർ നോൺ എഡിബിൾ ആൻഡ് ഇറ്റ് യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രീസ്. എക്സാമ്പിൾ എന്താണ്, ഷുഗർ കെയിൻ, ജൂട്ട്, കോട്ടൺ. ഇറ്റ് ഈസ് മേ ബി എഡിബിൾ ആവാം അല്ലെങ്കിൽ നോൺ എഡിബിൾ ആവാം. ആൻഡ് ഇറ്റ് യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്, ഫോർ ഇൻഡസ്ട്രീസ്. എക്സാമ്പിൾ ഷുഗർ കെയിൻ, ജൂട്ട് ആൻഡ് കോട്ടൺ. ജൂട്ട് ആൻഡ് കോട്ടൺ ആർ നോൺ എഡിബിൾ ആണ് അല്ലേ. ആൻഡ് ഇറ്റ് യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ ഫോർ ഇൻഡസ്ട്രീസ്. നമുക്ക് ജൂട്ടിൽ നിന്നും വേറെ പല വസ്തുക്കളും, നമുക്ക് കഴിക്കാൻ യോഗ്യമല്ലാത്ത പല വസ്തുതകളും നമുക്ക് ജൂട്ടിൽ നിന്ന് കിട്ടുന്നു. ലൈക്ക് ദാറ്റ് കോട്ടൺ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് കിട്ടുന്നു അല്ലേ. സെവൻത് വൺ, നെയിം ദ പ്ലേസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഹാർവെസ്റ്റഡ് ക്രോപ്സ്. നമ്മൾ ഈ കൃഷി ചെയ്യുന്ന വസ്തുതകളെല്ലാം നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഗോഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ സെവൻത് ക്വസ്റ്റ്യൻ മാത്രമേ മിസ് നൽകുന്നുള്ളൂ. ഒരുപാട് കുറച്ചുകൂടി ക്വസ്റ്റ്യനുകൾ വരാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓവർലോഡ് ആവുമെന്ന് വിചാരിച്ചാണ് മിസ് ഇത്രയും കൊണ്ട് നിർത്തുവാണ്. അപ്പം ഇൻഷാല്ലാ വെൻ യു ഗെറ്റ് ദ ടെക്സ്റ്റ് ബുക്ക് യു റീഡ് ഓൾ ദാറ്റ് പോർഷൻ. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഫുള്ള് വായിക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നീട് എന്താണ്, ഓൾ നോട്ടിൽ ഫെയർ നോട്ട് നല്ല നീറ്റായിട്ട് എഴുതുക. ആഫ്റ്റർ ദാറ്റ് യു റൈറ്റ് ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ യുവർ ഓൾ നോട്ട്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾ നോട്ടിൽ എഴുതി വേണം പഠിക്കാൻ. അതർവൈസ് യു കാൺ സ്റ്റഡി. അപ്പോൾ എന്താണ്, നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾ നോട്ടിൽ എഴുതി പഠിക്കണം. ഓക്കെ,
നമുക്ക് പാടായിട്ട് തോന്നുന്ന സ്പെല്ലിങ് നമ്മൾ വീണ്ടും വീണ്ടും എഴുതിയോ വായിച്ചോ ഒക്കെ നമ്മൾ പഠിക്കണം ഇൻഷാ അല്ലാ. പിന്നെ ട്രൂ ഓർ ഫോൾസും പിന്നെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. വെൻ യു ഗെറ്റ് ദ ടെക്സ്റ്റ് ബുക്ക് യു റീഡ് ദാറ്റ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് do all that works inshallah. Okay, you can wind up the class. Are you ready? We can meet in next time inshallah. Assalamu alaikum. All of you dua well. Okay.